ഈ സംഭവം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ ഒരു ജയിലിലെ ഒരു ജയിൽ പുള്ളിക്ക് ഇനി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി വെറും 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സമയത്ത് ജയിലർ വന്നിട്ട് ഈ ജയിൽ പുള്ളിയോട് ചോദിക്കുകയാണ്, അവസാനമായിട്ട് തനിക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ എന്ന്. ആ സമയത്ത് ആ ജയിൽ പുള്ളിയുടെ മറുപടി കേട്ട് ഈ ജയിലർ പോലും നെട്ടിപ്പോയി. യഥാർത്ഥത്തിൽ ആ ജയിൽ പുള്ളി ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എനിക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ അവസാനമായി ഒരു ദിവസമെങ്കിലും ജീവിക്കണം. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ഈ ജയിലറുടെ മറുപടി മറ്റൊന്നായിരുന്നു, എനിക്ക് മേലുദ്യോഗസ്ഥന്മാരോടും അത്തരത്തിൽ ഉയർന്ന എൻ്റെ മുകളിലെ ഉദ്യോഗസ്ഥന്മാരോടും എല്ലാം ചോദിക്കണം എന്നായിരുന്നു. പക്ഷേ ഈ ഒരു ചോദ്യം ഉന്നയിച്ചതിന് ശേഷം ജഡ്ജിയോട് ഈ ഒരു വിഷയവുമായി സംബന്ധിച്ച് ഈ ജയിലർ സംസാരിക്കുകയായിരുന്നു. ജഡ്ജി ഇതിന് നൽകിയ ഉത്തരം ഈ ജയിൽ പുള്ളിയുടെ ഭാര്യയുമായിട്ട് സംസാരിക്കാനായിരുന്നു. ഭാര്യ ഇതിന് എന്താണ് മറുപടി പറയുന്നത് എന്ന് അന്വേഷിക്കാനായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ജയിൽ പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയതിന് ശേഷം കൊലപ്പെടുത്തിയ കേസിലാണ് ഈ ഒരു ജയിൽ പുള്ളിയെ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവമായി ആസ്പദമാക്കിയ കഥയിലേക്ക് ഇദ്ദേഹം ഈ ജയിലിൽ എത്തിപ്പെട്ട സംഭവം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ പേര് ശോഭൻ, അതേസമയം പ്രമോദ്. ഇങ്ങനെ 2 പേര്, 2 സുഹൃത്തുക്കളായിട്ട് അയൽവാസികളായിട്ടുള്ള കുടുംബമായിരുന്നു. ഇവരെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ശോഭനും പ്രമോദും തമ്മിൽ വളരെ സൗഹൃദത്തിലായിരുന്നു. അതേസമയം അവരുടെ ഫാമിലി 2 പേരുടെയും ഭാര്യമാർ വലിയ സൗഹൃദത്തിലായിരുന്നു. മക്കളും അതേപോലെ വലിയ സൗഹൃദത്തിലുള്ള ഒരു 2 കുടുംബങ്ങളായിരുന്നു ഇവർ. അങ്ങനെ ഇവർക്ക് 2 പേർക്കും ഒരിടത്ത് ദൂരസ്ഥലത്ത് ജോലി കിട്ടി. അങ്ങനെ അവർ ആ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം അവിടെ നല്ല രസകരമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി പോവുകയായിരുന്നു. ആ സമയത്താണ് ആ കമ്പനിയിൽ അരുണിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അക്കൗണ്ടൻ്റായി ജോലി അന്വേഷിച്ചെത്തുന്നത്. അങ്ങനെ അവിടെ അരുണിമയ്ക്ക് ജോലി കിട്ടി. ഈ ശോഭനും അതേസമയം പ്രമോദും ഒരേ റൂമിലായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ശോഭന് ഈ അരുണിമയുമായി ഒരുപാട് ഇഷ്ടത്തിലായിരുന്നു, വളരെയധികം അടുത്തിടപഴകുന്ന. കാരണം പ്രത്യേകിച്ച് ഈ ശോഭനെ സംബന്ധിച്ചിടത്തോളം ശോഭൻ ഒരുപാട് തമാശയൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ശോഭനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി അരുണിമ. അങ്ങനെ ആ ഒരു ബന്ധം ഒരുപാട് തുടർന്നു. പക്ഷേ അതേസമയം പ്രമോദിനെ സംബന്ധിച്ചിടത്തോളം പ്രമോദ് അധികമൊന്നും സംസാരിക്കാത്തൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ പ്രമോദിനെ അത്തരം സംസാരിക്കാനോ അത്തരം കാര്യത്തിലൊക്കെ കുറച്ച് ബാക്ക്വേർഡ് ആയതുകൊണ്ട് തന്നെ ഈ പ്രമോദും അരുണിമയുമായിട്ടൊന്നും അത്ര ഇടപഴകാൻ കഴിയാറില്ലായിരുന്നു. സത്യത്തിൽ പ്രമോദിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അരുണിമയും അതേസമയം ശോഭനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അവർ വൈകുന്നേര സമയങ്ങളിൽ ഒന്നിച്ച് പലയിടങ്ങളിലേക്ക് ചുറ്റിക്കറങ്ങാൻ പോകും. അത്തരത്തിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് പ്രമോദിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രമോദും ശോഭനും തമ്മിൽ യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള ഈ അരുണിമയും ശോഭനും തമ്മിൽ അടുത്ത സമയത്ത് ഈ പ്രമോദും ശോഭനും തമ്മിലുള്ള ബന്ധം അകന്നകന്നുകൊണ്ട് പോകാൻ തുടങ്ങി. പ്രമോദ് ഒരു ദിവസം ശോഭനോട് ചോദിച്ചു, എനിക്ക് അരുണിമയെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ശോഭൻ പറഞ്ഞു, അരുണിമയെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ട് വേണ്ടല്ലോ, തനിക്കും പരിചയപ്പെടാവുന്നതല്ലേ, നമ്മുടെ ഓഫീസിലെ സ്റ്റാഫല്ലേ അവൾ. ആ സമയത്ത് ശോഭനെ പിന്നീട് അരുണിമയെ പരിചയപ്പെടാൻ ശ്രമിച്ചെങ്കിലും അരുണിമ അത്രക്കങ്ങ് അടുത്തില്ല. കാരണം ചില പെൺകുട്ടികൾക്ക് ചില ആൺകുട്ടികളുമായിട്ട് ചില സ്വഭാവം, ചില ആണുങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ എപ്പോഴും പലരെയും അട്രാക്റ്റ് ചെയ്യാറ് ഒന്നെങ്കിൽ സ്വഭാവത്തിലും അല്ലെങ്കിൽ ശബ്ദത്തിലൊക്കെയാണ്. ഇത്തരത്തിൽ അരുണിമയ്ക്ക് എന്തോ ആ ശബ്ദമോ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ക്യാരക്ടറോ ഒരു പക്ഷേ പിടിച്ചിട്ടുണ്ടായില്ലായിരിക്കാം. ഒരു പക്ഷേ ചില സമയങ്ങളിലൊക്കെ ഈ പ്രമോദും ശോഭനും താമസിക്കുന്ന ഫ്ലാറ്റിൽ ഇടയ്ക്ക് അരുണിമ വരാറുണ്ട്. ആ സമയത്തും അരുണിമ ആ സമയത്തൊക്കെ പ്രമോദുമായി ഒരു അകലം പാലിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെയായി തന്നെയായിരുന്നു പ്രമോദിനെ സംബന്ധിച്ചിടത്തോളം അവളുമായിട്ട്
ഒരു അടുത്ത ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. അങ്ങനെ ഒരു ഒഴിവ് ദിവസം, അതായത് സാധാരണ ഓഫീസ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നവർക്ക് സാധാരണ ചില ഒഴിവ് ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ഒഴിവ് ദിവസം അരുണിമ ഇതേ സമയം പ്രമോദിൻ്റെയും ശോഭൻ്റെയും റൂമിലേക്ക് വരികയായിരുന്നു. പക്ഷേ ആ സമയത്ത് ശോഭന് അവിടെ റൂമിലില്ലായിരുന്നു. അരുണിമ വന്നതിന് ശേഷം കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കോളിംഗ് ബെല്ല് അടിച്ചതിന് ശേഷം വീട്ടിലേക്ക് കയറിയിരുന്നു. വീട്ടിലേക്ക് കയറിയിരുന്ന സമയത്ത് ആ സമയത്ത് പ്രമോദ് അരുണിമയോട് പറഞ്ഞു, ശോഭൻ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയതാണ് എന്ന്. ഏതായാലും ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും സമയമെടുത്തതിന് ശേഷം മാത്രമേ ശോഭൻ തിരിച്ചു വരികയുള്ളൂ എന്ന് അരുണിമയോട് പറയുകയും ചെയ്തു. അരുണിമ അതേസമയം അവിടെ ശോഭനെ കാത്തിരുന്നു കൊണ്ട് ഒരു മാഗസിനും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം പ്രമോദ് വീടിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കാമഭ്രാന്തുണർന്നു. അങ്ങനെ അരുണിമ സോഫയിൽ ഇരുന്ന് മാഗസിൻ വായിച്ചു. പ്രമോദ് പോയിട്ട് അരുണിമയെ ചുംബിക്കുകയായിരുന്നു. ആ സമയം അരുണിമ ഏറെ ദേഷ്യവതിയായി. ആ സമയത്ത് അരുണിമ അവളുടെ ബാഗുമായിട്ട് പ്രമോദിനെ അടിക്കുകയും ചെയ്തു. ആ ഒരു ദേഷ്യത്തിൽ പ്രമോദ് അരുണിമയെ പിടിച്ച് ഉന്തുകയായിരുന്നു. ആ സമയത്ത് തല എവിടെയോ പോയി അടിച്ച് അരുണിമ ബോധരഹിതയായി. ആ സമയത്ത് ആയിരുന്നു പ്രമോദ് അവൻ്റെ കാമം, അവൻ്റെ ആവശ്യം തീർക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾ ബോധം തെളിഞ്ഞ സമയത്ത് അരുണിമയുടെ ശരീരത്തിൽ വസ്ത്രമൊന്നുമില്ല. പക്ഷേ അരുണിമ ആകെ ഷോക്കായി നിൽക്കുന്ന സമയത്ത് പ്രമോദും തന്നെ ഇനി അവൾ ഒരു പക്ഷേ ഇനി എല്ലായിടത്തും ഇതൊക്കെ പറയും എന്നുള്ളതിൽ പ്രമോദ് ഈ അരുണിമയുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊന്നുകളഞ്ഞു. പക്ഷേ ഇതേ സമയം പുറത്ത് കുറച്ച് ദൂരെ ആയിട്ട് ശോഭന് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് പ്രമോദ് എന്ത് ചെയ്തെന്നല്ല, പ്രമോദ് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നേരെ പുറത്തേക്ക് ഓടി. ആ സമയത്ത് ശോഭന് അങ്ങകലെ അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു സൈഡിൽ നിന്ന് മതിലിനോട് മാറി, കാരണം ശോഭനെ പ്രമോദിനെ കാണുന്നില്ല. പക്ഷേ പ്രമോദ് ശോഭനെ ദൂരത്ത് നടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ സമയത്ത് ഫോൺ വിളിച്ച് പോലീസിനോട് പ്രമോദ് പറഞ്ഞു, ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അങ്ങനെ ഇതൊന്നും അറിയാത്ത ശോഭൻ വീട്ടിലെത്തിയ സമയത്ത് അരുണിമ അവിടെ നിശ്ചലയായിട്ട് കിടക്കുന്നതാണ് കണ്ടത്. യഥാർത്ഥത്തിൽ ശരീരത്തിൽ വസ്ത്രമൊന്നും ഇല്ലാതെ കിടക്കുന്ന കണ്ട സമയത്ത് ശോഭൻ ആകെ ഭയന്നു. എന്താണ് അരുണിമയ്ക്ക് പറ്റിയത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം അരുണിമയെ മുഖത്ത് അതേപോലെ വെള്ളം കുടഞ്ഞൊക്കെ നോക്കി. പക്ഷേ അരുണിമ എണീക്കുന്നില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അരുണിമ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഷോക്കായിട്ട് ശോഭന് ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് പോലീസ് വന്ന് ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയതും. അങ്ങനെ ശോഭനെ കയ്യോടെ പിടികൂടി. കൊലപാതകം ചെയ്തത് ശോഭനാണെന്ന് ഇതിൽ. അങ്ങനെ ഇതെല്ലാം ഈ പ്രമോദ് ദൂരെ നിന്നുകൊണ്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം ശോഭന് വാദിക്കുന്നതിന് വേണ്ടി നല്ലൊരു വക്കീൽ പോലും ഇല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ ശേഷം പിന്നീട് കൃത്യം നടന്ന് ഈ ഒരു ജയിലിലായ സമയത്തോളം ശോഭനെ ആരും മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. ശോഭനെ ഒരു വലിയ കുറ്റവാളിയായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ കൃത്യം ചെയ്തതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യയോ അവൻ്റെ ഈ ശോഭൻ്റെ കുടുംബമോ ഇത്തരത്തിൽ ആരും തന്നെ ആ ജയിലിൽ പോലും സന്ദർശിക്കാറില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. പിന്നീട് ഈ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അതിനുശേഷം ഇപ്പോൾ ശോഭന് വിധി വന്നിട്ടുള്ളത് തൂക്കുകയറാണ്. പക്ഷേ ഇനി ആകെ 3 ദിവസം മാത്രം ബാക്കിയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഈ ഒരു അവസാന അവസരത്തിൽ എന്താണ് അവസാനമായിട്ടുള്ള ആഗ്രഹം എന്ന് ചോദിച്ച സമയത്താണ് ഈ ശോഭൻ പറയുന്നത്, എനിക്ക് അവസാനമായിട്ട് എൻ്റെ ഭാര്യയെ ഒന്ന് കാണണം എന്ന്. അങ്ങനെ അവസാനമായിട്ട് ഒരു പോലീസ് കോൺസ്റ്റബിളിനെ ഈ ശോഭൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് അയക്കുകയാണ്. അങ്ങനെ ഭാര്യയോട് കാര്യം പറഞ്ഞു. നിങ്ങൾക്കറിയുമല്ലോ നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം, അദ്ദേഹത്തെ തൂക്കുകയറിലേറ്റാൻ പോവുകയാണ്. ഇനി വെറും 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങളുമായിട്ട്
അവസാന ആഗ്രഹം ചോദിച്ച സമയത്ത് നിങ്ങളുമായി ഒരു ദിവസമെങ്കിലും ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹം പറഞ്ഞത്. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? അങ്ങനെ ആ ഭാര്യ അത് സമ്മതിക്കുകയാണ്. അങ്ങനെ കോൺസ്റ്റബിൾ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ജഡ്ജിയോട് പറഞ്ഞു. സത്യത്തിൽ ഈ ഒരു കാര്യം കേട്ട സമയത്ത് ജഡ്ജി പോലും നെട്ടിപ്പോയി. ഈ കഥകളൊന്നും ജഡ്ജി അറിയുന്നില്ലായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കാരണം അത്തരത്തിലൊരു സാഹചര്യത്തിലാണല്ലോ ഈ ശോഭൻ ഈ ജയിലറക്കുള്ളിൽ ഈ ഒരു തൂക്കുകയറിൽ എത്തിപ്പെട്ടത്. ഈ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഈ ജഡ്ജിക്ക് നെട്ടലുണ്ടാവാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇത്രയും വലിയ ഒരു കൊലപാതകം ചെയ്തു, അതേസമയം ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തുകയും ചെയ്ത് കൊലപാതകം ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ജയിലിലായിട്ടുള്ളത്, തൂക്കുകയർ കിട്ടിയിട്ടുള്ളത്. ആ സമയത്ത് ആ സ്ത്രീയിലുണ്ടായ സ്വന്തം ഭർത്താവ് അവസാനമായിട്ട് കാണണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഇതിനു വേണ്ടി സ്വീകരിച്ച് വരാം എന്ന് പറഞ്ഞത് തന്നെയായിരുന്നു ജഡ്ജിയെ നെട്ടിച്ചത്. എൻ്റെ ഭാര്യയെയും അതേസമയം ശോഭനയും ഒരു സെല്ലിലാക്കിയതിന് ശേഷം നന്നായി ലോക്ക് ചെയ്തിട്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. അതേസമയം ആരും അറിയാതെ അവിടെ ഈ ഒരു ജയിലർ ഒരു റെക്കോർഡിംഗ് സിസ്റ്റം സെറ്റ് ചെയ്യുകയായിരുന്നു. ആ റെക്കോർഡിംഗ് സിസ്റ്റം കൺട്രോളിംഗ് റൂമിലേക്ക് കണക്റ്റ് ചെയ്യുകയും ചെയ്തു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും പറഞ്ഞയച്ചു. അതേസമയം ജയിലറും മറ്റ് 2 ഉദ്യോഗസ്ഥന്മാരും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതേസമയത്ത് ഈ ജയിലർക്കും ഈ 2 ഉദ്യോഗസ്ഥന്മാർക്കും ഇവരെ സെല്ലിലെ ഓരോ നിമിഷങ്ങളും വളരെ വ്യക്തമായിട്ട് അവർക്ക് കേൾക്കാൻ കഴിയുന്നതായിരുന്നു. അങ്ങനെ ശോഭനും ശോഭൻ്റെ ഭാര്യയും തമ്മിൽ സംസാരിക്കുന്ന രംഗങ്ങൾ ഒരേ സമയം ഇവർ കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ജയിലറക്കുള്ളിൽ ഇവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ റെക്കോർഡിംഗ് സംവിധാനം സെറ്റ് ചെയ്തു വെച്ചത്. അതേസമയം ഈ ശോഭൻ്റെ ഭാര്യ ശോഭനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനായിരുന്നു മനുഷ്യ ഈ ഒരു കുറ്റകൃത്യം ചെയ്തത്? നിങ്ങൾക്ക് ആ അരുണിമ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇത്രമാത്രം ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്യാമായിരുന്നില്ലേ? എന്തിനാണ് നിങ്ങൾ അവളെ കഴുത്ത് നെരിച്ച് കൊന്നത്? അങ്ങനെ ഈ ശോഭന് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കെ വളരെ സങ്കടകരമായിട്ട് ഭാര്യയുടെ കാൽക്കൽ വീണുകൊണ്ട് പറയുകയാണ്, നിനക്കറിയുമോ അരുണിമക്ക് അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരിച്ചുപോയ കുട്ടിയായിരുന്നു അരുണിമ. അരുണിമയെ ഞാൻ എൻ്റെ ഏറ്റവും നല്ല ഒരു സഹോദരിയായിട്ടായിരുന്നു ഞാൻ അരുണിമയെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അവളോട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, നിനക്കൊരു ചേട്ടത്തിയുണ്ട്, ഞാനായിട്ട് ഒരു ചേട്ടനും ഉണ്ട്. കാരണം വളരെ മനോഹരമായ ഒരു സഹോദര ബന്ധമായിരുന്നു യഥാർത്ഥത്തിൽ അത്. ആ സമയത്ത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ അരുണിമയെ കൊന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശോഭൻ പറയുന്നുണ്ട്, ഞാൻ അവളുമായിട്ട് വരാൻ പോകുന്ന അവധി ദിവസത്തിൽ നമ്മൾ ഒന്നിച്ച് ഇവിടെ എൻ്റെ കമ്പനിയുടെ ഫ്ലാറ്റിൽ നമ്മൾ ഒന്നിച്ച് കൂടാനും ഒന്നിച്ച് കാണാനൊക്കെ ഉള്ള ഒരു അവസരത്തിലേക്ക് വരികയായിരുന്നു. വീണ്ടും ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ അരുണിമയെ കൊന്നത്? ആ സമയത്ത് ശോഭൻ പറയുകയാണ്, യഥാർത്ഥത്തിൽ ഞാനല്ല ഈ അരുണിമയെ കൊന്നത്, ഞാൻ ആ സമയം പുറത്തേക്ക് പോയതായിരുന്നു. നിനക്കറിയുമല്ലോ, പ്രമോദാണ് ആ കുറ്റകൃത്യം ചെയ്തത്. യഥാർത്ഥത്തിൽ പ്രമോദിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വലിയൊരു അപകടത്തിൽ പെടുകയായിരുന്നു. ഞാനൊരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് നീ ഓർക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ശോഭനും പ്രമോദും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒന്നിച്ചതായിട്ടുണ്ടായിരുന്ന ആ കുടുംബ സമയത്ത് സൗഹൃദ സമയത്ത് തന്നെ പ്രമോദിന് ഇത്തരത്തിൽ ഞരമ്പ് രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നിനക്കും അറിയുന്നതല്ലേ എന്ന് ഭാര്യയോടും ശോഭൻ്റെ ഭാര്യയോട് കൂടെ ചോദിക്കുകയാണ്. പിന്നീട് ഈ ഒരു സംഭവം എല്ലാം ഒരേ സമയത്ത് ഈ ജയിലർ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഈ ഒരു റെക്കോർഡിങ് കംപ്ലീറ്റ് ജഡ്ജിയുടെ കൈകളിൽ കൊണ്ടുപോയി ഏൽപ്പിച്ച സമയത്ത് ജഡ്ജി പോലും നെട്ടിപ്പോയി യാഥാർത്ഥ്യം അറിഞ്ഞ സമയത്ത്. ആ പെട്ടെന്ന നിമിഷത്തിൽ തന്നെ ജഡ്ജി ശോഭൻ്റെ കൊലക്കയറ് തൽക്കാലം സ്റ്റേ ചെയ്യുകയും ഈ കേസ് വീണ്ടും തീർച്ചപ്പെടുത്തി അന്വേഷണത്തിന് ഉത്തരവിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ
ഈ കുറ്റകൃത്യം ചെയ്തത് പിന്നീട് പ്രമോദാണെന്ന് അറിയുകയും അത്തരത്തിൽ ബാക്കിയുള്ള നടപടികളിലേക്ക് പോവുകയൊക്കെ ചെയ്തു. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ ഊഹങ്ങളൊക്കെ പലപ്പോഴും തെറ്റാവും. നമ്മൾ ചിന്തിക്കണം. യഥാർത്ഥത്തിൽ പ്രമോദ് ചിന്തിക്കുന്ന ചിന്താഗതി വളരെ തെറ്റായ ചിന്താഗതിയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ശോഭനും അതേസമയം ഈ അരുണിമയും തമ്മിൽ അതിയായ ഒരു സൗഹൃദമായിരുന്നു എന്ന് ഈ പ്രമോദ് തിരിച്ചറിയാൻ വൈകിപ്പോയി യഥാർത്ഥത്തിൽ. മാത്രമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരിത് ആ ജയിലറുടെ മനസ്ഥിതി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ ഒരു ഉദ്യോഗസ്ഥ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളും ചോദിക്കാത്ത ഒരു ചോദ്യമായിരുന്നു ആ ജയിലറോട് ശോഭൻ ഉന്നയിച്ചത്, അവസാനത്തെ ആഗ്രഹം. മാത്രമല്ല അതിന് എത്രയും പെട്ടെന്ന് ആ ജഡ്ജി ഉത്തരവിട്ട് ആ കേസ് സ്റ്റേ ചെയ്യാനൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഇന്ത്യൻ നിയമത്തിൻ്റെ ഏറ്റവും വലിയ വാക്കിലേക്ക് എത്തിപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഊഹിക്കാത്ത കാര്യങ്ങൾ നടക്കപ്പെടുക. സത്യം എന്നും ജയിക്കും, അസത്യം പിന്തള്ളപ്പെടും. നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ ചിന്താഗതികൾ എപ്പോഴും ഉയർന്ന ചിന്താഗതി ചിന്തിക്കുകയാണെങ്കിലും നമ്മളെപ്പോഴും മാന്യമായിട്ടും നീതിപരമായിട്ടും നമ്മൾ ചിന്തിക്കുക. നമ്മളെ ചിന്തകളൊക്കെ പലപ്പോഴും തെറ്റാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഗാധമായി ചിന്തിക്കരുത്, അഗാധമായി വിശ്വസിക്കരുത്. പലരും പലതും പറയും, പല ഊഹങ്ങളും തെറ്റാണ് എന്നുള്ള ഒരു വലിയ മെസ്സേജ് കൂടെയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഓക്കെ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസ് കൊടുക്കുക.